തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രിയപ്പെട്ട ശാലോം പ്രേക്ഷകരെ, ഏവർക്കും ക്രിസ്തുയേശുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹവന്ദനം. അപ്പോസ്തലനായ പൗലോസ്ലീഹ കോരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം അതിൻ്റെ 15-ാം വാക്യം 14 മുതലുള്ള വചനങ്ങൾ നമുക്ക് ധ്യാനിക്കാം. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ല എങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം. മരിച്ചവർ ഉയർക്കുന്നില്ല എന്ന് വരികിൽ ദൈവം ഉയർപ്പിച്ചിട്ടില്ലാത്ത ക്രിസ്തുവിനെ അവൻ ഉയർപ്പിച്ചു എന്ന് ദൈവത്തിന് വിരോധമായി സാക്ഷ്യം പറയാൽ ഞങ്ങൾ ദൈവത്തിന് കള്ളസാക്ഷികൾ എന്ന് വരും. മരിച്ചവർ ഉയർക്കുന്നില്ല എങ്കിൽ ക്രിസ്തു ഉയർത്തിട്ടില്ല എങ്കിൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമത്തെ. നിങ്ങൾ ഇന്നും നിങ്ങളുടെ പാപങ്ങളിൽ ഇരിക്കുന്നു. ക്രിസ്തുവിൽ നിദ്ര കൊണ്ടവരും നശിച്ചുപോയി. നാം ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിരിക്കുന്നു എങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടന്മാരത്രേ. പ്രിയമുള്ളവരെ, സഭാവർഷത്തിൽ ഉയർപ്പ് കാലത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അടിത്തറ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പാണ്. മറ്റൊരു മതസ്ഥാപകരും മരിച്ച് ഉയർത്തെഴുന്നേറ്റു എന്ന് അവകാശപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ യേശു ക്രിസ്തുവിൻ്റെ ഉയർപ്പ് നമ്മുടെ വിശ്വാസത്തിൻ്റെ മുഖമുദ്രയായിട്ട് നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കണം. യേശു ക്രിസ്തുവിൻ്റെ പുനരുദ്ധാനത്തിൻ്റെ പ്രസക്തി വെളിപ്പെടുത്തുന്ന ഒരു അമേരിക്കൻ കഥ വളരെ പ്രചാരത്തിലുള്ളതാണ്. ലോകം അന്ധകാരത്തിൽ എന്നാണ് ആ പ്രസിദ്ധീകരണത്തിൻ്റെ തലക്കെട്ട് തന്നെ. ഒരു ഭൂഗർഭശാസ്ത്രജ്ഞൻ വിശുദ്ധ നാടുകൾ ഗവേഷണം നടത്തിയതിൻ്റെ ഫലമായി യേശുക്രിസ്തുവിൻ്റെ കല്ലറയും അദ്ദേഹം ഗവേഷണം നടത്തുവാനായിട്ടിടയായി. അതിനുശേഷം അദ്ദേഹം പ്രഖ്യാപിക്കുകയാണ്, യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്ന് അവകാശപ്പെടുന്നത് ഒരു മിഥ്യയാണെന്നും യേശുക്രിസ്തുവിൻ്റെ കല്ലറ ശൂന്യമല്ലായിരുന്നു, അവിടെ യേശുവിൻ്റെ ഭൗതിക അവശിഷ്ടങ്ങൾ കണ്ടെത്തുവാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു എന്നും ആയിരുന്നു അദ്ദേഹത്തിൻ്റെ വെളിപ്പെടുത്തൽ. വളരെ പ്രശസ്തനായ ഭൂഗർഭ ഗവേഷകൻ ഇപ്രകാരം വെളിപ്പെടുത്തിയപ്പോൾ ലോകം ഞെട്ടലോടെയാണ് അത് ശ്രവിച്ചത്. അതോടെ സംഭവിച്ചതെന്തെന്നാൽ ക്രിസ്തീയ വിശ്വാസികൾ തങ്ങളുടെ വിശ്വാസങ്ങളിൽ നിന്ന് വ്യതിചലിക്കുന്നതായിട്ട് കാണുകയാണ്. ആരാധനയിലേക്ക് ആളുകൾ അടുത്തു വരുവാനായിട്ട് വൈമുഖ്യം കാണിക്കുന്നു. വൈദികരും സുവിശേഷകരും തങ്ങൾക്ക് അനുയായികളെ കിട്ടാതെ ബന്ധപ്പെടുന്ന ഒരവസ്ഥ. സംഭവിച്ചതെന്താണെന്ന് വെച്ചാൽ അരാജകത്വം കൊടികുത്തി വാഴുന്ന ഒരു അനുഭവം നടമാടി. മദ്യവും മയക്കുമരുന്നും എന്ന് വേണ്ട കവർച്ചയും
കൊലപാതകവും എല്ലാം പെരുകുകയാണ്. കാരണം യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതൊരു മിഥ്യയാണ് എന്നുള്ള ആ വാർത്ത കാട്ടുതീ പോലെ പരന്നപ്പോൾ അവരുടെ വിശ്വാസവും വ്യർത്ഥമാണ് എന്നുള്ളതായ ചിന്തയിലേക്ക് അവരെ നയിക്കുകയായിരുന്നു. അങ്ങനെ അസന്മാർഗിക ജീവിതത്തിലേക്ക് ഓടിപ്പോകുന്ന ഒരു സമൂഹത്തെയാണ് അവിടെ കാണുവാനായിട്ട് ഇടയായത്. അധികം താമസിയാതെ ഈ ഭൂഗർഭ ഗവേഷകൻ ഒരു മാരക രോഗത്തിന് അടിപ്പെട്ട് മരണാസന്ന നിലയിലായപ്പോൾ അദ്ദേഹം വെളിപ്പെടുത്തുകയായിരുന്നു, ഞാൻ ഈ പറഞ്ഞതെല്ലാം പച്ചക്കള്ളമാണ്. യേശുക്രിസ്തുവിൻ്റെ കല്ലറ ഞാൻ ഗവേഷണം നടത്തി എന്നുള്ളൊരു വാസ്തവമാണ്. എന്നാൽ ആ കല്ലറ ശൂന്യമായി ആണ് ഞാൻ കണ്ടത്. എന്നാൽ ജനങ്ങളുടെ ആ വിശ്വാസത്തിൽ ഒരു പതർച്ച സംഭവിക്കുന്നതിന് വേണ്ടിയിട്ട് യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതൊരു മിഥ്യയാണെന്ന് വെളിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഞാൻ കള്ളത്തരം പറഞ്ഞതാണ്. യേശുവിൻ്റെ കല്ലറയിൽ യേശുവിൻ്റെ മൃതശരീരത്തിൻ്റെ ഭൗതികാവശിഷ്ടങ്ങൾ കണ്ടെത്തി എന്നുള്ളത് വിശ്വാസികളുടെ ഇടയിൽ അത് വലിയ ആശ്വാസമായിട്ട് മാറി. അവർ പിന്തിരിഞ്ഞു പോയ അവസ്ഥയിൽ നിന്ന് തിരിച്ച് വിശ്വാസത്തിലേക്ക് വരുവാനായിട്ടിടയായി. ദേവാലയങ്ങളിൽ ആളുകൾ തടിച്ചുകൂടുവാനായിട്ടത് മുഖാന്തരമായി. അസന്മാർഗീയതയ്ക്ക് ഒരു അറുതി വരുത്തുവാൻ തക്കോണം അത് സഹായകമായി. എന്തിനു പറയുന്നു? നിയമപാലകർക്ക് പോലും വലിയ ആശ്വാസമായി മാറി എന്നാണ് പറയപ്പെടുന്നത്. പ്രിയമുള്ളവരെ, യേശുക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ കാതൽ എന്ന് കണ്ടെത്തുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഇന്ന് ആധുനിക ലോകം അസന്മാർഗീയതയിലേക്ക് തിരിച്ചു പോകുന്ന ഒരു കാഴ്ചയാണ് ഇവിടെയും കാണുവാനായിട്ട് സാധിക്കുന്നത്. എന്തിനു പറയുന്നു? ശാസ്ത്ര പുരോഗതിയുടെ ഈ അഭിമാനത്തിമർപ്പിൽ കൊച്ചുകുട്ടികൾക്ക് പോലും അവരുടെ ജീവിതം നശിച്ചു പോകത്തക്ക രീതിയിലുള്ളതായ ഉപകരണങ്ങളാണ് ഇന്ന് സുലഭമായിക്കൊണ്ടിരിക്കുന്നത്. വാസ്തവം പറഞ്ഞാൽ യേശുക്രിസ്തുവിൻ്റെ ഉയർപ്പ് നമ്മുടെ അഭിമാനമാണ് എന്ന് നമ്മൾ പറയുന്നു എങ്കിലും യേശുവിൻ്റെ ഉയർപ്പ് ഒരു മിഥ്യയാണ് എന്നുള്ളതാണ് നമ്മുടെ പ്രവർത്തനങ്ങളിൽ കൂടെ വെളിപ്പെടുത്തുന്നത്. യേശു കാൽവറിയിൽ മരിക്കുമെന്നും മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കുമെന്നും തൻ്റെ ശിഷ്യന്മാരെ അസന്നിഗ്ധമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. മത്തായി സുവിശേഷം 16 അധ്യായം 21 തുടങ്ങി 3 പ്രാവശ്യം കർത്താവ് തൻ്റെ മരണത്തെയും ഉയർത്തെഴുന്നേൽപ്പിനെയും ശിഷ്യന്മാരെ പഠിപ്പിക്കുന്നതായിട്ട് തിരുവചനത്തിൽ നമ്മൾ പഠിക്കുന്നു. എന്നാൽ ഈ കർത്താവിൻ്റെ അരിമ ശിഷ്യന്മാർ അല്ല, കർത്താവിൻ്റെ കുരിശുമരണത്തിൽ സാക്ഷികളായിരുന്ന സ്ത്രീകൾ പോലും ഈ കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൽ വിശ്വസിച്ചിരുന്നില്ല എന്നുള്ളത് തിരുവചനം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതായത് കർത്താവിനെ കല്ലറയിൽ അടക്കിയ ശേഷം
യഹൂദ പ്രമാണികൾ അവൻ ഉയർത്തെഴുന്നേൽക്കും എന്നുള്ളതായ ബോധ്യത്തിൽ അവിടെ കാവൽക്കാരെ നിർത്തുന്നതായിട്ട് കാണുന്നുണ്ട്. അവൻ ഉയർത്തെഴുന്നേൽക്കും എന്നുള്ള അവകാശവാദം ഉന്നയിക്കാതിരിക്കുവാൻ വേണ്ടിയിട്ട് ഭാരമേറിയ കല്ലറയുടെ വാതിക്കൽ ഉരുട്ടി വയ്ക്കുന്നതായിട്ട് കാണുന്നു. ചിന്തിച്ചേ, യേശുക്രിസ്തുവിൽ വിശ്വാസമില്ലാതിരുന്ന യഹൂദന്മാർ പോലും യേശുക്രിസ്തുവിൻ്റെ ഉയർപ്പിനെ പ്രതി ഭയപ്പെട്ടിരുന്നു എന്ന് വ്യക്തമായ തെളിവാണിത്. ഇനി യേശു ഉയർത്തെഴുന്നേൽക്കും എന്നുള്ള ബോധ്യം ശിഷ്യന്മാർക്കുണ്ടായിരുന്നുവെങ്കിൽ അവരാ ഉയർപ്പിന് വേണ്ടിയിട്ട്, ഉയർപ്പിൻ്റെ ദർശനത്തിന് വേണ്ടിയിട്ട് അവരെ കാത്തിരിക്കുമായിരുന്നു. കർത്താവിൻ്റെ കുരിശുമരണത്തിൻ്റെ സമയത്ത് അവൻ്റെ കുരിശിനരികിലുണ്ടായിരുന്ന സ്ത്രീകൾ ആഴ്ചവട്ടത്തിൻ്റെ ഒന്നാം നാൾ, അതായത് 3-ാം ദിവസം കല്ലറയിലേക്ക് പോകുന്നത് കർത്താവിൻ്റെ ഉയർപ്പിൻ്റെ സാക്ഷികളാകുവാനായിട്ട് ആയിരുന്നില്ല, മറിച്ച് കല്ലറയ്ക്കൽ ധൂപമർപ്പിക്കുവാനായിട്ടാണ് അവർ കടന്നു ചെന്നത്. അവിടെ ചെന്നപ്പോൾ മാലാഖ വെളിപ്പെടുത്തുന്നുണ്ട് അവൻ ഉയർത്തെഴുന്നേറ്റു എന്ന്. ഒഴിഞ്ഞ കല്ലറ കണ്ടപ്പോൾ അവർ പറയുന്നത് എൻ്റെ കർത്താവിനെ കള്ളന്മാർ കട്ടുകൊണ്ടുപോയി എന്നാണ് പറയുന്നത്. മാലാഖമാരുടെ വെളിപ്പെടുത്തു പോലും അതാ, കർത്താവ് അവർക്ക് പ്രത്യക്ഷപ്പെട്ട് പോലും അവൻ തോട്ടക്കാരനാണ് എന്നാണ് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത്, കർത്താവിൻ്റെ സന്തത സഹചാരികളായിരുന്ന ശിഷ്യന്മാർക്കും കർത്താവിൻ്റെ കുരിശിനരികിൽ നിന്ന സ്ത്രീകൾക്കും കർത്താവിൻ്റെ ഉയർപ്പ് ഒരു യാഥാർത്ഥ്യമായിട്ട് അംഗീകരിക്കുവാനായിട്ട് സാധിച്ചിരുന്നില്ല. ഇന്നും സംഭവിക്കുന്ന അതൊക്കെ തന്നെയാണ്. ദൈവമില്ല എന്ന അവകാശവാദം ഉന്നയിക്കുന്നവർ പോലും ദൈവിക സ്നേഹത്തെ പ്രതി അല്ലെങ്കിൽ ദൈവിക സത്യത്തെ പ്രതി അഭിമാനം കൊള്ളുന്നവരാണ്. ദൈവിക സ്നേഹവും ദൈവിക സത്യവും ഈ ലോകത്ത് നടമാടണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നവരെ എനിക്കറിയാം, ദൈവവിശ്വാസമില്ലാത്തവരിൽ. എന്നാൽ പ്രിയമുള്ളവരെയും, ദൈവവിശ്വാസികളെന്ന് അഭിമാനിക്കുന്ന നാം പ്രാർത്ഥനയും ആരാധനയും നമ്മുടെ ജീവിതാനുഭവങ്ങളായിട്ട് തിരഞ്ഞെടുക്കുന്ന നാം എത്ര പേർ ഈ യേശുവിൻ്റെ ഉയർപ്പിൻ്റെ സാക്ഷികളാകുവാനായിട്ട് തയ്യാറാകുന്നുണ്ട്? യേശുവിൻ്റെ ഉയർപ്പിൻ്റെ സാക്ഷികളാകുക എന്ന് പറഞ്ഞാൽ യേശു നമുക്ക് നൽകിയതായ ആത്യന്തികമായ സമാധാനത്തിൻ്റെ വാഗ്ദാക്കളാകുവാനായിട്ട് തയ്യാറാകണം. കർത്താവിൻ്റെ ഉയർപ്പിൻ്റെ സന്ദേശം എന്ന് പറയുന്നത് സമാധാനത്തിൻ്റെ സന്ദേശമാണ്. സുറിയാനി ആരാധനാക്രമത്തിൽ ഉയർപ്പിൻ്റെ ശുശ്രൂഷയെ സമാധാനത്തിൻ്റെ ശുശ്രൂഷയായിട്ട്, ശ്ലോമോയുടെ ശുശ്രൂഷയായിട്ടാണ് പരിചയപ്പെടുത്തുന്നത്. കർത്താവ് തൻ്റെ ജീവിതത്തിലുടനീളം സമൂഹത്തിന് വാഗ്ദാനം ചെയ്തതായ ആ സമാധാനം ഇന്ന് എത്ര പേര് ആത്യന്തികമായി അനുഭവിക്കുന്നു എന്നുള്ളത് ഒന്ന് വിലയിരുത്തുന്നത് നല്ലതാണ്. പ്രിയമുള്ളവരെ, എവിടെ നോക്കിയാലും ഞാൻ ആദ്യം ഓർപ്പിച്ച ആ കഥയിലെ സന്ദേശം പോലെ അരാജകത്വം നടമാടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ കഴിയുക. കുടുംബങ്ങളിൽ സ്വസ്ഥതയില്ല, സമാധാനമില്ല. മാതാപിതാക്കൾ മക്കൾ ബന്ധങ്ങൾ ശിഥിലമായിക്കൊണ്ടിരിക്കുകയാണ്. സഭാന്തരീക്ഷത്തിൽ സ്വസ്ഥതയില്ലാത്തൊരു കാലഘട്ടം. രാഷ്ട്രീയ രംഗത്ത്, സാമൂഹിക രംഗത്ത്,
സാംസ്കാരിക രംഗത്ത് എല്ലാം അരക്ഷിതാവസ്ഥ നിലനിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം കഴിയുക. അതിന് പ്രധാന കാരണം യേശു ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നു എന്നുള്ളൊരു ബോധ്യം സമൂഹത്തിന് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് എന്ന് കണ്ടെത്താൻ സാധിക്കണം. ലോകം അന്ധകാരത്തിൽ എന്ന ആ കഥയിലെ തലക്കെട്ട് പോലെ തന്നെ ഇന്നും അന്ധകാരത്തിൽ തപ്പിത്തടഞ്ഞ് നടക്കുന്ന ഒരു സമൂഹത്തെയാണ് നമ്മൾ കാണുന്നത്. ഇതിനൊരു പരിഹാരം കണ്ടേ തീരൂ. ഇതിന് ഒരു പോംവഴി കണ്ടെത്തുവാനായിട്ട് നമുക്ക് സാധിക്കണം. യേശുവിൻ്റെ പുനരുദ്ധാനം ഒരു ഒറ്റപ്പെട്ട സംഭവമായി വില കുറയ്ക്കുവാനായിട്ട് ഇടയാകരുത്. യേശുവിൻ്റെ പുനരുദ്ധാനത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മരണത്തിന്മേലും പൈശാചിക ശക്തിയിന്മേലും താൻ വരിച്ച വിജയമായിട്ട് കാണുവാനായിട്ട് സാധിക്കണം. തന്നെയല്ല, ഞാൻ ആദ്യം വായിച്ച ഈ വേദഭാഗത്ത് പറയുന്നത് പോലെ യേശു ഉയർത്തെഴുന്നേറ്റു എങ്കിൽ ആ ഉയർപ്പിൻ്റെ അവകാശികളാണ് നാം എന്നുള്ളൊരു ബോധ്യവും നമ്മെ ഭരിക്കണം. ഓരോ വിശ്വാസിയും അവസാന നാളിൽ ഉയർത്തെഴുന്നേൽക്കും എന്ന 1 കൊരിന്ത്യർ 25-20 അന്വർത്ഥമാക്കുവാനായിട്ട് നമുക്ക് ഇടയാകണം. അപ്പോസ്തലനായ പൗലോസ്ലീഹ റോമർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 8-ാം അധ്യായം 11-ാം വാക്യത്തിൽ ഇപ്രകാരം പ്രഖ്യാപിക്കുന്നുണ്ട്: യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ യേശുവിൻ്റെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യശരീരങ്ങളെ ഉയർപ്പിക്കും. ഇതായിരിക്കണം ഓരോ ക്രൈസ്തവൻ്റെയും വിശ്വാസത്തിൻ്റെ ആണിക്കല്ല്. യേശുക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. യേശുക്രിസ്തു ഈ ലോകത്തിൽ അവതരിക്കുവാനായിട്ട് തയ്യാറായത് ഈ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ്. യേശു തൻ്റെ പ്രവർത്തനത്തിൽ ഉടനീളം ഈ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലാണ് അത്ഭുതങ്ങളും അടയാളങ്ങളും ഈ സമൂഹത്തിൽ പ്രവർത്തിച്ചത് എന്ന് നമുക്കറിയാം. പ്രിയമുള്ളവരെ, അങ്ങനെയെങ്കിൽ യേശുക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് ഇന്നും നമ്മളിൽ വസിക്കുന്നുണ്ട്. ആ ആത്മാവിനെ കൊണ്ട് നമ്മുടെ മർത്യശരീരങ്ങളെ ഉയർപ്പിക്കുവാനായിട്ട് സാധിക്കും എന്നുള്ളൊരു വാസ്തവമാണ്. ഇന്ന് എത്ര പേർക്കുണ്ട് ഈ ഒരു ബോധ്യം? ഈ ഒരു ബോധ്യം നഷ്ടപ്പെട്ടത് കൊണ്ടാണ് നമ്മൾ നിത്യതയെക്കുറിച്ച് ചിന്തിക്കാത്തത് തന്നെ. നിത്യതയെക്കുറിച്ചുള്ള ഒരു ഉൾക്കാഴ്ച നമുക്കില്ലാത്തത് കൊണ്ടാണ് ഇന്ന് ലോകം അരാജകത്വത്തിലേക്ക് കൂപ്പുകുത്തുന്നത്. നമുക്കറിയാം, പ്രകൃതിയുടെ പ്രതിഭാസം ഒരു പരിധിവരെ ഈ സത്യം വെളിപ്പെടുത്തുന്നുണ്ട്. 1 കൊരിന്ത്യർ 15-ാം 35, 36, 37 വാസ്തവം പറഞ്ഞാൽ അപ്പോസ്തലൻ നമ്മളെ കളിയാക്കുന്നുണ്ട്. മൂഢ, നീ വിതയ്ക്കുന്ന വിത്ത് ചത്തില്ല എങ്കിൽ മുളയ്ക്കുന്നില്ല. ദ്രവത്വത്തിൽ വിതയ്ക്കപ്പെടുകയും അദ്രവത്വത്തിൽ ഉയർക്കുകയും ചെയ്യുന്നത് പോലെയാണ് മരിച്ചവരുടെ പുനരുദ്ധാനം എന്ന് പൗലോസ്ലീഹ വ്യക്തമായിട്ട് അടിവരയിട്ട് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് ആധുനിക സമൂഹത്തിൻ്റെ, എന്തിനു പറയുന്നു, ക്രൈസ്തവ ലോകത്തിൻ്റെ വരെ അടിസ്ഥാന പ്രശ്നം
നാം പുനരുദ്ധാനം ചെയ്യാനുള്ളവരാണ് എന്നുള്ളൊരു ബോധ്യം നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. യേശു ക്രിസ്തു പുനരുദ്ധാനം ചെയ്തതുപോലെ തന്നെ നാമും പുനരുദ്ധാനം ചെയ്യും എന്നുള്ളതായൊരു ബോധ്യം നഷ്ടപ്പെട്ടു. നിത്യതയിൽ ദൈവത്തോടുകൂടിയൊരു വാസം നമുക്കുണ്ട് എന്നുള്ള ചിന്ത ക്രൈസ്തവ സമൂഹത്തിന് പോലും ഇല്ലാത്ത ഒരു അവസ്ഥയാണ്. അതുകൊണ്ടാണ് ഇന്ന് ഈ ലോകത്ത് അരാജകത്വം കൊടികുത്തി വാഴുന്നത് എന്ന് ഞാൻ പറയും. പ്രിയമുള്ളവരെ, നമ്മൾ ഈ വചനം ധ്യാനിക്കുമ്പോൾ ഈ ഉൾക്കാഴ്ചകളെ നമ്മെ ഭരിക്കുവാനായിട്ടിടയാകണം. ഈ ബോധ്യം സമൂഹത്തിന് പകർന്നു കൊടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. ആ ഒരു ബോധ്യം നമുക്കില്ലെങ്കിൽ പിന്നെ എങ്ങനെയാ സമൂഹത്തിന് പകർന്നു കൊടുക്കാനായിട്ട് സാധിക്കുക? പിതാവാം ദൈവം പുത്രൻ തമ്പുരാനെ പരമേൽപ്പിച്ചതായ ഈ മാനവകുലത്തിൻ്റെ രക്ഷ സുസാധ്യമാകണമെങ്കിൽ ആ പുത്രൻ തമ്പുരാൻ്റെ ദൗത്യം ഏറ്റെടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. ആയതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ ധ്യാനചിന്തകൾ വഴിയായി നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതൃപുത്ര പരിശുദ്ധാത്മാവാൻ ദൈവമേ, ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. കർത്താവേ, ഈ പുനരുദ്ധാനത്തിൻ്റെ നാളുകളിൽ കർത്താവേ, ഞങ്ങളും പുനരുദ്ധാനം ചെയ്യുവാനുള്ളവരാണ് എന്നുള്ളൊരു ബോധ്യം ഞങ്ങളെ നയിക്കണമേ എന്നതിനോട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. നാഥാ, നിത്യതയിൽ നിന്നോടൊപ്പുള്ള വാസം ഞങ്ങളുടെ അവകാശമായി തിരഞ്ഞെടുക്കുവാനും അതിനുവേണ്ടി നിലകൊള്ളുവാനും മറ്റുള്ളവരെ ആ ബോധ്യത്തിലേക്ക് കൊണ്ടുവരുവാൻ തൊക്കണം നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മാതാവേ, ശുദ്ധിവാന്മാരെ, ശുദ്ധിമതികളെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തിൽ തന്നെ. ആമീൻ.